അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ഇറാൻ ഇപ്പോൾ നടത്തിയ ഏറ്റവും വലിയ ഒരു ആക്രമണം, ആ ആക്രമണത്തിൽ വലിയ കേടുപാടുകളും നാശനഷ്ടങ്ങളും അമേരിക്കയ്ക്കുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കുവൈറ്റിലെ 2 വ്യോമത്താവളങ്ങളിൽ വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അവിടെയുള്ള ഇന്ധന ടാങ്കറുകളും പാട്രിയോട്ടിക് വ്യോമ പ്രതിരോധ സംവിധാനവും തകർന്നതായി IRGC അറിയിക്കുന്നു. ഒപ്പം തന്നെ SPS റഡാർ സംവിധാനവും തകർത്തിട്ടുണ്ട്. ബഹ്റിനിൽ ഷെയ്ഖ് ഇസ വ്യോമത്താവളത്തിലെ ആക്രമണം നടന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ജസീറ പറയുന്നത് ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സാമഗ്രികൾ, ഒപ്പം തന്നെ ഒരു PH എയർക്രാഫ്റ്റ് ആങ്കർ തുടങ്ങിയവ തകർക്കപ്പെട്ടതിലുണ്ട്. ഒപ്പം തന്നെ ഒരു US മിലിറ്ററി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഈ ആക്രമണത്തിൽ തകർന്നതായും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതികാരാക്രമണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഇറാൻ അറിയിക്കുന്നത്. അമേരിക്കയാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാനിൽ 140-ൽ പരം ആക്രമണങ്ങളാണ് നടത്തിയത്. ഇതോടുകൂടി തന്നെ യുദ്ധം കൂടുതൽ കലുഷിതമാകുന്നു. ഇറാൻ പറഞ്ഞത് തങ്ങൾ ഹോർമുസ് അടച്ചിട്ടിരിക്കുകയാണ്, അതുവഴി കടന്നു വരാൻ ഒരു കപ്പലും ശ്രമിക്കേണ്ടതാണ്. എന്നാൽ അമേരിക്ക പറയുന്നത് ഹോർമുസ് തുറക്കുന്നത് വരെ തങ്ങൾ കടുത്ത ആക്രമണത്തിലേക്ക് നീങ്ങുമെന്നാണ്. ഏതായാലും യുദ്ധം ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെയല്ല, കുറച്ചുകൂടി രൂക്ഷമാകുന്നു. അത് കൂടുതൽ ഭയാനകമായ രീതിയിലേക്ക് മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.